ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിന്റെ കരുണ എന്ന ഞായറാഴ്ച ദിവസത്തിന്റെ മംഗളങ്ങള്. പിന്നെ വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പിതാവിന്റെ തിരുനാൾ ദിവസം കൂടിയാണ് ഞായറാഴ്ച, അതുകൊണ്ട് ശനിയാഴ്ചയാണല്ലോ ആഘോഷിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് PDM-നെയും ASM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുഖ്യ വിശുദ്ധർ ഒരാളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ഫീസ്റ്റിന്റെ എല്ലാ മംഗളങ്ങളും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ ക്രൂസിന്റെ പേര് നാമൊക്കെ ഉള്ള കുറച്ച് പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്ക് എല്ലാവർക്കും പ്രത്യേക മംഗളങ്ങൾ, പ്രാർത്ഥനകൾ. ദൈവത്തിന്റെ കരുണയാൽ ഡീക്കന്മാരുടെ ധ്യാനം വളരെ മനോഹരമായിട്ട് പോകുന്നു കേട്ടോ. അന്നേരം നന്നായിട്ട് തുടങ്ങാൻ വേണ്ടി കർത്താവ് സഹായിച്ചു. പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് നടത്തുന്ന ധ്യാനമാണ് കേട്ടോ. ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത സമയത്ത് ഒരുപാട് കുടുംബാംഗങ്ങളെയൊക്കെ കണ്ടുമുട്ടാൻ ഇടവന്നു. വലിയ സന്തോഷം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിയോഗങ്ങളിലും മേലും കർത്താവിൻ്റെ ഒരു കരുണ വരണം. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും വിഷയങ്ങളിലും ഈശോയുടെ ഇടപെടലുണ്ടാകും. നമ്മളതിലത്ത് ഈശോ ഇടപെടും. പിന്നെ അതിനുശേഷം നമ്മൾ വചനത്തിലേക്ക്, സഭയിലേക്ക്, സഹനത്തിലേക്ക് പിടിച്ചെന്ന് അങ്ങനെ കയറി പോരണം കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 81-ാം സങ്കീർത്തനത്തില് അതിന്റെ 5-ാമത്തെ തിരുവചനമാണ്. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോസഫിന് ഇങ്ങനൊരു നിയമം നൽകിയത് നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് ചോദ്യം. സാംസ് 81:5 ആണ്. ജോസഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. പുതിയ നിയമത്തിലെ നമ്മുടെ യോസേപ്പ് പിതാവാണ്, പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫാണോ? പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫിനെ കുറിച്ചാണ് വചനം. അതിന് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി. അപ്പൊ നമുക്കറിയാം, ജോസഫ് ഈജിപ്തിലേക്ക് പോകുന്ന രംഗങ്ങൾ നിങ്ങൾക്കറിയാം. അതായത് മിതിയാൻകാരുടെ അവർക്ക് വിൽക്കുന്നു, പിന്നെ പൊട്ടക്കല്ലിലെടുത്തുന്നു, അവിടുന്ന് എടുക്കുന്നു, പുറങ്കുപ്പായ ഉരുന്നു, മിതിയാൻകാർക്ക് വിൽക്കുന്നു, പിന്നെ അവിടെ ചെല്ലുന്നു, പൊത്തിഫാറിന്റെ ഭാര്യ ചതിക്കുന്നു, ജയിലിലകപ്പെടുന്നു. അങ്ങനെ ജോസഫിന് ഈജിപ്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാണല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് ജോസഫിന് കർത്താവ് നിയമം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള പറയാം. ആ നിയമം എന്താണെന്ന് അത് ജോസഫിന് മാത്രം നൽകിയല്ലോ, തൊട്ട് മുകളിൽ കിടക്കുന്നുണ്ട്. അത് യാക്കോബിന് ദൈവം നൽകിയ നിയമമാണ്, പ്രമാണമാണ്. ഇസ്രായേലിന്റെ ചട്ടവും യാക്കോബിന് പ്രമാണവും. അപ്പൊ യാക്കോബിന് കൊടുത്തതാണ് ജോസഫിന് കൊടുത്ത നിയമമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ഇത് നമുക്കും കൂടെ ബാധകമാണ്. നമുക്ക് കൊടുത്ത് പൊതുവെ ഈ 10 കൽപ്പനകൾ, 10 നിയമങ്ങൾ കൊടുത്തതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുള്ളൂ. അത് ഇതിന്റെ എല്ലാത്തിനും സംക്ഷിപ്തമാണ്. പക്ഷെ ബാക്കി അതിനോട് ചേർന്ന് ഒരുപാട് നിയമങ്ങൾ ബൈബിളിലുണ്ട്. ഇനി എന്താണ് നിയമം എന്നുള്ളതാണ്. അത് നിങ്ങൾ 81-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെ വായിക്കണം. ഹോംവർക്കാണ് കേട്ടോ. ഒരു സസ്പെൻസ് ആയിരിക്കും കേട്ടോ. ഇത് വചനം കേട്ടാൽ മാത്രം വരെ കുറച്ച് പോയി നോക്കണം. എന്നാലും നിങ്ങൾ കുറച്ച് പേര് ഇത് നോക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഒരു ഹിന്റ് തരാം, ബാക്കി നിങ്ങൾ നോക്കണം. അതാണ് നമ്മുടെ ശക്തികേന്ദ്രമായ കർത്താവിന് ഉച്ചത്തിൽ പാടി പുകഴ്ത്തണം. യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കണം. തപ്പുകൊട്ടയും കിന്നരം വീട്ടിയൊക്കെ നന്നായിട്ട് പാടി സ്തുതിക്കണം. ഇതാണ് യാക്കോബിന് നൽകിയ പ്രമാണം, ഇസ്രായേൽ നൽകിയ ചട്ടം. പൂർവ്വ ജോസഫ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ദൈവം പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഇതൊക്കെ വളരെ വളരെ മനോഹരമായ ബൈബിളിൽ ദൈവം ആഗ്രഹിച്ച ഒരു നിയമം പോലെ വേണ്ടതാണ്. ശരിക്കും പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ കുടുംബാർത്ഥന കുറച്ച് സമയമൊക്കെ നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അതിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നതല്ല. നമ്മൾ ജിപ്സിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനമൊക്കെ മേടിച്ച് കൊട്ടി പാടി കർത്താവിനെ അങ്ങോട്ട് സ്തുതിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. അതേസമയം നമ്മൾ നന്നായിട്ട് ധ്യാനിക്കണം. നല്ല സൈലൻസിൽ 1 മണിക്കൂറൊക്കെ ധ്യാനം പോലെയുള്ള പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇത് കൈവിട്ട് കളയുകയും ചെയ്യരുത്. മറ്റൊരു ധ്യാനിപ്പിക്കുന്ന അച്ഛൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ശരിക്കും പൂർവ്വ ജോസഫ് ഇത്ര സഹനത്തിലൂടെ പോയിട്ട് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഈ ഒരു സ്തുതിയുടെ ജീവിതം, ഒരു നന്ദി പറയുന്ന ജീവിതം, അങ്ങനെ ദൈവസ്തുതിപ്പന്റെ ജീവിതം ഉണ്ടായിരുന്ന വ്യാഖ്യാനിച്ച് ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്തായാലും ഈ നിയമം അങ്ങോട്ട് സ്വീകരിച്ചു കേട്ടോ. കുറച്ച് സമയം എല്ലാ ദിവസവും കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട്, പാട്ട് പാടാൻ, ആരാധിക്കാനും വേണ്ടി സമയം മാറ്റി വെക്കണം. ഓക്കെ, ബൈ. സ്തുതിച്ചേക്കാം. ആശീർവാദം തരാം കേട്ടോ. നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തുതിക്കാവോ? ഹല്ലേലൂയ. ഉച്ചത്തിൽ ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവ് എല്ലാ ദിവസവും കുറച്ച് സമയം കർത്താവിനെ സ്തുതിക്കാൻ. കഴിഞ്ഞ ദിവസം 119-ാം സങ്കീർത്തനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവെ 7 നേരത്തെ ഒരു സ്തുതിപ്പന്റെ പ്രാർത്ഥന നല്ലതാണെന്ന് പറഞ്ഞതുപോലെ എപ്പോഴും കർത്താവിനെ സ്തുതിക്കാൻ, ആരാധിക്കാൻ ഒരു പ്രത്യേക കൃപയുടെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ പൈശാചികത്തിനും അന്ധകാരത്തിനും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, നിത്യാഗ്നിയിലേക്ക് ബന്ധിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങളെ ദൈവകർത്താവ് വിജയിപ്പിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് ആശ്വാസം ഉണ്ടാകട്ടെ. പൈശാചികതയെ ബന്ധിക്കുന്നു. ഓ കർത്താവേ,
നിങ്ങളുടെ എല്ലാ യാത്രകൾ, നിങ്ങളുടെ എല്ലാ ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. കഥ മോഡൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ആശീർവദിക്കുന്ന കർത്താവേ. പരീക്ഷകൾക്ക് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ദൈവകർ പഠിക്കാനുള്ള മടിയൊക്കെ വിട്ടുപോട്ടെ കർത്താവേ. ദൈവകൃപ കൊണ്ട് നിറയട്ടെ കർത്താവേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.